ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ നല്ല മീനിന് വരുന്നുണ്ട് പറഞ്ഞിട്ട് നല്ല മീൻ കൊണ്ടുവന്നപ്പോൾ 2-2.5 കിലോ വെയിറ്റ് ഉണ്ട് കേട്ടോ. ആ മീൻ മൃഗാല മീൻ നേരാക്കിയിട്ട് വേസ്റ്റ് അങ്ങോട്ട് ഇട്ടത് വഴി കൂടെ ബൈക്കുകാരൻ പോയി അയാളുടെ മേലേക്ക് തട്ടി. ഒരു മീൻകാരൻ പോയൊക്കെ ശരിയായി വേറെ ആരെങ്കിലും എന്നിട്ട് കിട്ടിയേനെ. പൂച്ച കത്തിയിട്ട് സൗകര്യമില്ല. മത്തിയൊക്കെയാണ് പറഞ്ഞാൽ കൊടുക്കത്. ഈ മീനൊന്നും കഴിക്കില്ല. അപ്പോൾ അങ്ങനെ മീന് ഒക്കെ കഷ്ണം വെട്ടി ഒക്കെ നേരെയാക്കി തന്നു. പിന്നെ അതിന് ശേഷം മസാലകൾ, അപ്പോൾ ഇൻഗ്രീഡിയൻസും മസാലകളൊക്കെ എങ്ങനെയാണെന്ന് നോക്കിയോട്ടോ. 2 കിലോ മീനുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് മസാലയാണ് സ്പെഷ്യലാണ്. വീഡിയോ മിസ് ചെയ്യാതെ കാണാം. ഇൻഗ്രീഡിയൻസാണ് ഇനി ഉണ്ടാക്കേണ്ടത്. വറുക്കാനൊരു സ്പെഷ്യൽ ചേരുവയാണ് കേട്ടോ. വെളുത്തുള്ളി, പച്ചമുളക് കടയിൽ നിന്ന് ബാക്കി വന്നതാണ് കേട്ടോ. പഴുത്ത മുളകാണ്. ചെറിയുള്ളി, ഇഞ്ചി, കുരുമുളക്, ജീരകം, ഒരല്പം പെരുംജീരകം കൂടെ. ജീരകം നമുക്ക് നന്നായിട്ട് നരച്ചെടുക്കാം. നമുക്ക് ഇതിലോട്ട് അരപ്പിട്ട് കൊടുക്കുക. അരപ്പ് നന്നായി അരപ്പിട്ട് കേട്ടോ. നമ്മൾ ഈ മസാലകളൊക്കെ ഇട്ട് വെച്ചിട്ട് ഓരോ പാത്രത്തിൽ ഓരോ ദിവസം വറുക്കാനുള്ളത് മാറ്റി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ചെടുത്ത് മെൽറ്റ് ചെയ്യുമ്പോൾ ഒരുമിച്ചെടുക്കേണ്ടി വരില്ല. അത് ഓരോ ദിവസത്തേക്ക് 4 കഷ്ണം വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഇന്നലെ പുഴമീൻ കിട്ടിയത് കഷ്ണം മുറിച്ച് തേങ്ങ അരച്ചിട്ട് വെച്ചിരിക്കുന്നത്. എന്തിനാണെന്നറിയോ? തേങ്ങൻ്റെ ഫ്ലേവർ നല്ല ടേസ്റ്റ് ആയിരിക്കും. തേങ്ങ അരച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ മസാലയും കുറച്ചിട്ടുണ്ട്. തേങ്ങ അരച്ചിട്ട് ഇന്നലെ മസാല ആക്കി വെച്ചാണത്. കണ്ടോ, ഓരോ കഷ്ണങ്ങളാണ് കണ്ടോ പുഴമീൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റ് ഷെയറൊക്കെ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ. അപ്പോൾ ഇതൊന്നും വറുക്കാൻ പോകണത് ഇന്നലെ ഉണ്ടാക്കി വെച്ചാണ്. ഇത് നമുക്ക് ഓരോ ദിവസത്തേക്കായിട്ട് അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൂടെ ഒപ്പം എടുത്തിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോൾ ഓരോന്നായിട്ട് മെൽറ്റ് ചെയ്താൽ മതി കേട്ടോ. ആവശ്യാനുസരണം എടുക്കാം. ഓക്കെ, വറുക്കണ കാണിക്കാം കേട്ടോ. മീൻ വറുത്തത് എങ്ങനെയുണ്ട് നോക്ക്. കോക്കനട്ട് ഓയിലാണ്. മീൻ കൊതിച്ച് വന്നിട്ടുണ്ട്. മീൻ കൊതിച്ച് നീ വരുന്ന വന്നപ്പോൾ വാങ്ങിച്ചാണ് 2 കിലോൻ്റെ. അതിന് മുമ്പ് തലേദിവസം വാങ്ങിച്ചതുണ്ട് വറുത്തത്. ഇതൊന്നുകൂടി പൊരിയട്ടെ. ഓക്കെ, സവാള എടുത്ത് വയ്ക്കുകയാണെങ്കിൽ മാത്രം കണ്ടത്തിലാക്കിയാൽ മതി. അപ്പോൾ കഴിച്ച് പാത്രം കഴുകാണ്ട് ഞാൻ കഴുകി വെച്ചോളൂ. അപ്പോഴേക്കും 1 കഷ്ണം മീൻ ഇതിൽ വെക്കാൻ വേണ്ടി 2 പാത്രം എടുക്കണ. സവാള